നമസ്കാരം. ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ നോക്കാം പ്രധാന വാർത്തകൾ. പൗരത്വ നിയമ ഭേദഗതി പ്രതിഷേധ കേസുകൾ പിൻവലിക്കുന്നത് വേഗത്തിലാക്കി സംസ്ഥാന സർക്കാർ. പിൻവലിക്കാനുള്ള അപേക്ഷ കോടതിയിലെത്തിയെന്ന് ഉറപ്പാക്കണം. ആഭ്യന്തര സെക്രട്ടറി DGPക്ക് നിർദ്ദേശം നൽകി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിനും SBIക്കും തിരിച്ചടി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. തിരിച്ചറിയൽ കോഡ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ പുതിയ വിവാദങ്ങൾ. കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന മകന്റെ ആരോപണം തള്ളി സുരേഷ് ഗോപി. ടോവിനോ എതിർപ്പറിയിച്ചതോടെ ചിത്രം പിൻവലിച്ച VS സുനിൽകുമാർ. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്ന ആരോപണം വിടാതെ UDF. ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. നടപടി വേണം. മോഷണം നടന്ന മോൻസന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് തേടി കോടതി. കൈക്കൂലി ആരോപണം തള്ളി DYSP റസ്റ്റം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ പരിഹാരം. കുടിശ്ശിക ഉടൻ നൽകുമെന്ന് ഉറപ്പ് നൽകിയതായി വിതരണക്കാർ. 1 കോടി രൂപ ഇന്ന് തന്നെ അനുവദിക്കും. മരുന്ന് വിതരണം ഉടൻ തുടങ്ങും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം നീളുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ചില രാഷ്ട്രീയക്കാർക്കെതിരെ തെളിവുണ്ടെന്നും നോട്ടീസ് അയക്കേണ്ടതുണ്ടെന്നും ED.